ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ടൈറ്റിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓക്സിഡൈസ്ഡ് ജ്വല്ലറി ഉപയോഗിച്ചുകൊണ്ടുള്ള വിഷു മേക്കപ്പ് ലുക്കും ഹെയർ സ്റ്റൈൽസും ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്ന മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടെ വരും, അതും കൂടെ ക്ലിക്ക് ചെയ്യണം. അപ്പോഴേ നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ വായിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. മുഖം ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ ഞാനൊരു ടോണർ അപ്ലൈ ചെയ്യാണ്. ടോണറായിട്ട് എടുത്തിരിക്കുന്നത് റോസ് വാട്ടറാണ്. അപ്പം ഫേസ് വാഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് പൊടിയും അഴുക്കും പോവണം എന്നില്ല. അപ്പം നമ്മൾ ടോണർ അപ്ലൈ ചെയ്യുമ്പം അത് കംപ്ലീറ്റ് ആയിട്ട് പോയിക്കൊള്ളും. മാത്രമല്ല, നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നതിന് മുന്നെയാണ് ടോണർ അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് മോയ്സ്ചറൈസർ വളരെ വേഗത്തിൽ തന്നെ വലിച്ചെടുക്കാൻ ഈ ടോണർ സഹായിക്കുകയും ചെയ്യും. ഇനി ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ലാക്മിയുടെ പീച്ച് മിൽക്ക് എന്ന മോയ്സ്ചറൈസറാണ് എടുത്തിരിക്കുന്നത്. അപ്പം മുഖത്തും അതുപോലെ തന്നെ കഴുത്തിലും ഡോട്ട് ഡോട്ടായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യുമ്പം നമ്മുടെ ഈ മോയ്സ്ചറൈസർ എളുപ്പത്തിൽ സ്കിന്നിലോട്ടേക്ക് അബ്സോർബ് ആവും. അപ്പോൾ അതിനുശേഷം ചുണ്ടും കൂടെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാണ്. അപ്പോൾ അതിനു വേണ്ടി എടുത്തിരിക്കുന്നത് നിവ്യയുടെ ലിപ് ബാം ആണ്. ഇനി ഞാൻ പുരികം വരഞ്ഞു കൊടുക്കാൻ പോവുകയാണ്. അപ്പം ഐബ്രോ പെൻസിലിൻ്റെ തന്നെ ബ്രഷ് കൊണ്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം മിസ് ക്ലെയറിൻ്റെ ഐബ്രോ പെൻസിലാണ് എടുത്തിരിക്കുന്നത്. ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് 02 ആണ് ഷെയ്ഡ് നമ്പർ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് 2 പുരികവും വരഞ്ഞു കൊടുക്കുകയാണ്. പുരികം വരഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും ബ്രഷ് എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി എന്നത്തെയും പോലെ ഞാൻ ലാക്മിയുടെ CC ക്രീമാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഫൗണ്ടേഷൻ എനിക്ക് അലർജി ഉണ്ട്, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ മുഖത്തും അതുപോലെ തന്നെ കഴുത്തിനും ഡോട്ട് ഡോട്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു നനഞ്ഞ ബ്യൂട്ടി ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എന്നും പറയാറുണ്ട്, ബ്ലെൻഡ് ചെയ്യുമ്പം ടൈം എടുത്തിട്ട് ചെയ്യാം, എന്നാൽ മാത്രമേ അത് സ്കിന്നുമായിട്ട് നന്നായിട്ട് ചേർന്ന് നിൽക്കുകയുള്ളൂ. ഇനി ഞാൻ കണ്ണിന് ചുറ്റും കൺപോളയ്ക്കും ലൂസ് പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൺമഷിയും അതുപോലെ തന്നെ ഐ ഷാഡോ ഒക്കെ പരക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഐ ഷാഡോ നന്നായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയും ചെയ്യും. ഇനി ഞാൻ മെബിലിൻ്റെ ദ ബ്ലഷ്ഡ് ന്യൂഡ്സ് ഐ ഷാഡോ പാലറ്റ് എടുത്തിട്ട് അതിൽ ഈ ഒരു കളർ എടുത്തിട്ട് ക്രീസ് ഏരിയയിലും അതുപോലെ തന്നെ ഔട്ടർ കോർണറിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ചെറുതായിട്ടൊരു സ്മോക്കി ഐസ് ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഡ്രമാറ്റിക് ലുക്കൊന്നുമില്ല, ഹെവി ലുക്കൊന്നും ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല, വളരെ ലൈറ്റായിട്ട് മാത്രം. ഇനി ഞാൻ ലാങ്കം പാരീസിൻ്റെ ഐ ഷാഡോ പാലറ്റിൽ നിന്നും ഈ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് കൺപോളയ്ക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുകയാണ്. ലാക്മി ഐക്കോണിക് കാജൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അത്യാവശ്യം കുറച്ച് കട്ടിയിൽ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. വാട്ടർ ലൈനും അതുപോലെ തന്നെ നമ്മുടെ താഴെയുള്ള ലാഷസ് ലൈനും ഒന്ന് കട്ടിയായിട്ട് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഐലൈനർ ഇടുന്നില്ല, കാജൽ മാത്രമേ ഉള്ളൂ. പിന്നെ കൺപീലി ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ലാക്മി ഐക്കോണിക്കിൻ്റെ തന്നെ മസ്കാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ലാങ്കം പാരീസിൽ നിന്ന് ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ഐബ്രോസിന് താഴെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ പുരികങ്ങൾ നന്നായിട്ട് എടുത്ത് കാണിക്കും. ഇനി
ഞാൻ മെബിലിൻ ഐ ഷാഡോ പാലറ്റിൽ നിന്ന് ഈ ഒരു ഷിമ്മറി ഷെയ്ഡ് എടുത്തിട്ട് നോസ് ബ്രിഡ്ജിലും അതുപോലെ തന്നെ ചുണ്ടിന് മീതിയും താഴെയൊക്കെ ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മെബിലിൻ സെൻസേഷണലിൻ്റെ ലിപ് ലൈനർ ഉപയോഗിച്ചിട്ടൊന്ന് വരെയാണ്. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ 140 കോറൽ പിങ്ക്. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ലിപ്സ്റ്റിക്കിനേക്കാളും ഒരു പൊടി ഡാർക്ക് ഷെയ്ഡ് കൂടുതലാണ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക്ക് കളർ സെൻസിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഷെയ്ഡ് കൂടിയാണിത്. ഇനി ഞാൻ അവസാനം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ് ഈ മേക്കപ്പ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മെബിലിൻ്റെ കോമ്പാക്ട് പൗഡറാണ്. ഇനി എൻ്റെ സാരിയിൽ ബ്ലാക്ക് കളർ ഉള്ളത് കൊണ്ട് ഞാൻ ബ്ലാക്ക് പൊട്ടാണ് തൊടുന്നത്. പിന്നെ ഈ ഒരു മേക്കപ്പിൽ ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ഫുൾ ഓക്സിഡൈസ്ഡ് ജ്വല്ലറിയാണ്. അപ്പോൾ അതുകൊണ്ട് ബ്ലാക്ക് മെറ്റലിൻ്റെ തന്നെ വളയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഹെയർ സ്റ്റൈല് വളരെ സിമ്പിളായിട്ടാണ് ഞാൻ മുടി വെട്ടാൻ പോകുന്നത്. 2 ഹെയർ സ്റ്റൈൽസ് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആദ്യത്തേതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വലതുഭാഗത്ത് പാർട്ടീഷൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് മുടിയെല്ലാം വലതുവശത്തേക്ക് തന്നെ എടുത്തിട്ട് പിന്നീടാണ്. അപ്പോൾ വളരെ സിമ്പിളാണ്. എന്നിട്ട് ഞാൻ മുല്ലപ്പൂ വെക്കുകയാണ്. അപ്പോൾ എൻ്റെ മുടി ലെയർ കട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് മുടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മുടി എടുത്തിട്ട് ഇടതുവശത്തേക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇടുന്നുണ്ട്. എന്നിട്ട് വലതുവശത്തേക്ക് എടുത്തിട്ട് പിന്നീടാണ്. ഞാൻ കുറച്ചൊരു ടൈറ്റിൽ പിന്നിടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നീളമുള്ള മുടിയൊക്കെ ആണെങ്കിൽ കുറച്ച് ലൂസായിട്ട് പിന്നിടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ലൂസായിട്ട് പിന്നിട്ട് കഴിഞ്ഞാൽ എനിക്ക് എല്ലാ മുടിയും അഴിഞ്ഞഴിഞ്ഞ് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്യാവശ്യം ടൈറ്റിൽ ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ മുല്ലപ്പൂ എടുത്തിട്ട് ഈ പിന്നീട്ട മുടിയെ ചുറ്റി വരിഞ്ഞ് കെട്ടുകയാണ്. അപ്പോൾ ഈ ഒരു ഹെയർ സ്റ്റൈൽ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണണം. ഇതാണ് ഫസ്റ്റ് ഹെയർ സ്റ്റൈലിൻ്റെ ഫൈനൽ ലുക്ക്. മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈൽ ഫൈനൽ ലുക്ക്. ഇതാണ് രണ്ടാമത്തെ ഹെയർ സ്റ്റൈല്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇടതുവശത്ത് പാർട്ടീഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ മേക്കപ്പ് നോക്കുകയോ വേണ്ട, ഞാൻ ഹെയർ സ്റ്റൈലാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇടതുവശത്ത് പാർട്ടീഷൻ എടുത്തു. ഇനി നടുവിൽ കുറച്ച് മുടി എടുത്തിട്ട് പഫ് പോലെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ പഫ് പോലെ കെട്ടുകയാണ്, പഫ് വയ്ക്കുന്നില്ല. ബാക്ക് കോമ്പിങ് ചെയ്തതിന് ശേഷം ഞാൻ പുറകിലേക്ക് എടുത്തിട്ട് ഒരു ടിക് ടാക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ മുടി പുറകിലോട്ട് നന്നായിട്ട് സെക്യൂർ ചെയ്ത് നിന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് മുടി ഇടതുവശത്തും അതുപോലെ തന്നെ വലതുവശത്തും ഫ്രീ ആയിട്ട് വിടുന്നുണ്ട്. എന്നിട്ട് ബാക്കി മുടി എടുത്തിട്ട് അത്യാവശ്യം ട്വിസ്റ്റ് ചെയ്തിട്ട് പുറകിലോട്ടേക്ക് ഒന്ന് പിൻ ഉപയോഗിച്ചിട്ട് സാധാരണ ടിക് ടാക്ക് തന്നെ ഉപയോഗിച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ രണ്ട് വശവും ട്വിസ്റ്റ് ചെയ്തിട്ട് പുറകിലോട്ടേക്ക് സെക്യൂർ ആയി വെച്ചു. ഇനി നമ്മൾ ബാക്കിയുള്ളത് ഈ ഫ്രീ ആയിട്ട് എടുക്കുന്ന മുടിയാണ്. അപ്പോൾ അതിന് ഞാൻ കുറച്ച് മുന്നിലോട്ടേക്ക് തള്ളിയിട്ട് സൈഡിൽ ഒരു ഹെയർ പിൻ യൂസ് ചെയ്തിട്ട് സെക്യൂർ ചെയ്യാണ്.
അപ്പോൾ ഞാൻ മുടിയെട്ടി കഴിഞ്ഞു. അപ്പോൾ എല്ലാ സ്ഥലവും നന്നായിട്ട് ഇപ്പോൾ സെക്യൂർ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ മുല്ലപ്പൂ വെക്കുകയാണ്. അപ്പോൾ അടിയിലൂടെ എടുത്തിട്ട് ഒരു ചെറിയൊരു പീസ് മുല്ലപ്പൂവാണ് വെക്കുന്നത്. അപ്പോൾ ഈ മുല്ലപ്പൂ സൈഡിൽ നിന്ന് കാണും, മേലെ ഭാഗത്ത് കാണില്ല. കാരണം നമ്മൾ അടിയിലൂടെയാണ് എടുക്കുന്നത്. മാത്രമല്ല ഒരു ചെറിയൊരു പീസ് മുല്ലപ്പൂവാണ് വെക്കുന്നത്. അപ്പോൾ അത് മേലെ ഭാഗത്തു നിന്ന് കാണില്ല, സൈഡ് ഭാഗത്തു നിന്നേ വ്യൂ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്, സെക്കൻഡ് ഹെയർ സ്റ്റൈൽ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ.